ഹരിയും എല്ലാവർക്കും വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവത പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂതൻ എന്ന മഹാത്മാവിന് സമക്ഷം അതിസമർത്ഥനായ ശൗനകൻ എന്ന ബ്രാഹ്മണൻ ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിക്കുന്നതാണ് അതുവരെയാണ് നാം കണ്ടത്. അപ്പോൾ ആരായിരുന്നു സൂതനും ശൗനകനും? ഈ കഥാപാത്രങ്ങളെ വേദവ്യാസ മഹർഷി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അത് വെറും രണ്ടു വ്യക്തികളായിട്ട് നാം കാണരുത്. കഥാ അമൃതരസ ആസ്വാദ്യ കുശല ശൗനകോ ബ്രവീത്. കഥകൾക്കു പിന്നിലുള്ള തത്വത്തെ ചോദിച്ചു മനസ്സിലാക്കുവാൻ കഴിയുന്ന അതിനു സാമർഥ്യമുള്ള വ്യക്തികളാണ് ശൗനകൻ. ഇനി ആ ചോദിക്കുന്ന വ്യക്തിയുടെ ചോദ്യത്തിനനുസരിച്ച് കൃത്യമായ മറുപടി നൽകാൻ അതിന് സാധിക്കുന്നവർ സൂതനാണ്. അതായത് ശാസ്ത്രത്തെ വ്യക്തമായി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള യോഗ്യതയുള്ളവരാകുന്നു സൂതന്മാർ. ഇത് കേവലം ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ കരുതരുത്. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. മൂന്നാമത്തെ ശ്ലോകം. ശൗനക ഉവാച അജ്ഞാനദ്വന്ദ്വവിധ്വംസകോടി സൂര്യസമപ്രഭ സൂതാഖ്യാഹി കഥാസാരം മമ കർണരസായനം. ശൗനകൻ സൂതനോട് പറയുകയാണ്, അറിവില്ലായ്മയാകുന്ന ഈ അന്ധകാരത്തെ നശിപ്പിക്കുന്നതിൽ കോടി സൂര്യപ്രഭയ്ക്കു തുല്യമായ ഹേ സൂത, അങ്ങ് എൻ്റെ കർണങ്ങളെ രസിപ്പിക്കുന്നതായ കഥാമൃതത്തെ പറഞ്ഞു തന്നാലും. ഈ ശ്ലോകത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അജ്ഞാനദ്വാന്തവിധ്വംസ. അജ്ഞാനത്തെ ഇവിടെ അന്ധകാരവുമായിട്ടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണത്? അന്ധകാരം നിറഞ്ഞിരിക്കുന്നൊരു സ്ഥലത്ത് നമ്മുടെ കണ്ണുകൾക്ക് പുറമേയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കില്ല. ഇതുപോലെ അജ്ഞാനം കൊണ്ട് മറയ്ക്കപ്പെട്ട ഒരു മനസ്സിന് ഈശ്വരനെ അറിയാൻ സാധിക്കില്ല. എന്നാൽ സൂര്യകിരണങ്ങൾ അവയുടെ സാന്നിധ്യത്തിൽ അന്ധകാരം മാറുന്നതുപോലെ തന്നെ സൂതനിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ അതിലൂടെ കേൾക്കുന്ന വ്യക്തിയിലെ അജ്ഞാനവും നീക്കപ്പെടുന്നു. അതുകൊണ്ട് സൂതവാക്കുകൾക്ക് സൂര്യപ്രഭാ സാദൃശ്യം ഇവിടെ കൽപ്പിച്ചിരിക്കുകയാണ്. ഇനി ശൗനകൻ തനിക്ക് എന്താണ് പറഞ്ഞു തരുവാൻ സൂതനോട് ആവശ്യപ്പെട്ടത്? കഥാസാരത്തെയാണ് ആവശ്യപ്പെട്ടത്. തനിക്ക് കഥകൾ പറഞ്ഞു തരൂ, അതിലൂടെ ഞാൻ കേട്ടു രസിക്കട്ടെ എന്നല്ല ഇവിടെ പറഞ്ഞത്. കഥകൾ അനേകമുള്ളതുകൊണ്ട് തനിക്ക് കഥകൾ കേൾക്കാൻ താല്പര്യമില്ല. ആ കഥകളിലെ സാരം എനിക്ക് പറഞ്ഞു തരൂ. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് ഈശ്വരനെ അറിയുവാൻ സാധിക്കട്ടെ. തുടർന്ന് ശൗനകൻ പറയുന്നു, ഭക്തിജ്ഞാനവിരാഗാപ്തോ വിവേകോ വർദ്ധതേ കഥം മായാമോഹനിരാസശ്ച വൈഷ്ണവൈ ക്രിയതേ കഥം. ഈ ശ്ലോകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഏവർക്കും പ്രണാമം. ഹരിയും.